കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. ലോകകപ്പ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ സോഷ്യൽ മീഡിയ പേജിൽ നെയ്മർ പങ്കുവച്ച പരിശുദ്ധ വചനമാണിത്. ദൈവമേ നന്ദി, കർത്താവ് വിസ്മയനീയനാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ടീമിനൊപ്പം എൻ്റെ ആദ്യ ലോകകപ്പ്. ഈ നിമിഷത്തിന് ദൈവത്തോട് നന്ദി പറയാൻ മാത്രമേ എനിക്ക് കഴിയൂ. ബ്രസീലിന്റെ ലോകകപ്പ് ടീമിൽ ഇടം നേടിയതിന് പിന്നാലെ 19-കാരനായ എൻട്രിക് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ തിരുവചനങ്ങൾ പങ്കുവച്ചു. 2023 ഒക്ടോബറിൽ ACL ലിഗ്മെന്റിന് പരിക്കേറ്റതിന് ശേഷം ആദ്യമായാണ് നെയ്മർ ബ്രസീൽ ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തുന്നത്. മെയ് 18-ന് പരിശീലകൻ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ച 26-അംഗ ലോകകപ്പ് ടീമിലായിരുന്നു താരത്തിന്റെ മടങ്ങിവരവ്. തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ നിറക്കണ്ണുകളോടെ നെയ്മറിന്റെ പ്രതികരണം ഇത് ശുദ്ധമായ സന്തോഷത്തിന്റെ കണ്ണുനീരാണെന്നായിരുന്നു. മാർച്ചിൽ ബ്രസീൽ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോൾ പോലും യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 7-ാം വാക്യം യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നിങ്ങൾ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും എന്ന് പങ്കുവെച്ചുകൊണ്ട് ദൈവത്തിലുള്ള തന്റെ വിശ്വാസം നെയ്മർ നിലനിർത്തിയിരുന്നു. ബ്രസീലിന്റെ ഇക്കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരനായ നെയ്മർ 79 ഗോളുകളുമായി 4-ാം ലോകകപ്പ് കളിക്കളത്തിലിറങ്ങും. അതേസമയം വെറും 19-ാം വയസ്സിൽ തന്റെ ആദ്യ ലോകകപ്പ് ടീമിൽ ഇടം നേടിയ എൻട്രിക് ദൈവത്തോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിട്ട സോഷ്യൽ മീഡിയ പോസ്റ്റും വൈറലാകുകയാണ്. ആദ്യ ലോകകപ്പ് സ്വപ്നം യാഥാർത്ഥ്യമായതിനു പിന്നാലെ സോഷ്യൽ മീഡിയ പേജിൽ വചനം പങ്കുവച്ചാണ് എൻട്രിക്കും കർത്താവിനെ മഹത്വപ്പെടുത്തിയത്. യുവതാരമായ എൻട്രിക്കിന്റെ വിശ്വാസസാക്ഷ്യവും ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. ലോകകപ്പിനായി ഒരുങ്ങുന്ന ബ്രസീൽ ടീമിൽ അനുഭവസമ്പത്തും യുവശക്തിയും ഒന്നിക്കുന്നതായാണ് വിലയിരുത്തൽ. 2026 ഫിഫ ലോകകപ്പ് ജൂൺ 11-ന് വടക്കേ അമേരിക്കയിൽ ആരംഭിക്കും. വിശ്വാസവും ആത്മവിശ്വാസവും കൈമുതലാക്കി ബ്രസീൽ താരങ്ങൾ ലോകകിരീട ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.